എടാ ഇപ്പം നീ ഒരു ദിവസം ശരാശരി എത്ര മീൻ കൊടുക്കും? 100 മീൻ പുറത്തു പോകും. അത് പോരാ. അല്ല മച്ചപ്പേ, 2250 രൂപ കിട്ടി. എന്നും ഈ സൈക്കിളിലും സ്കൂട്ടറിലും യാത്ര ചെയ്താൽ മതി. ബെൻസിൽ യാത്ര ചെയ്യേണ്ടത്. ബെൻസ് കാറിൽ. അപ്പോൾ കച്ചവടം അനുസരിച്ചിട്ട് കയറ്റണം. ഇപ്പോൾ കൊടുക്കുന്ന ജോഡിയുടെ വില അല്ല, അവരൊരു 50-100 മാറ്റണം. ഇവിടെ മീൻ മിക്കുന്ന ആളില്ലയോ? ഇതാന്നുള്ള ആള്. ഏതാ മീൻ വേണ്ടേ? എടോ, ഇയാൾ ഈ തോട്ടിലെ ആരിലും കിടക്കുന്ന മീനാണോ ഈ ചെറുക്കന് കൊടുക്കുന്നത്? എടാ അത് വേറെ, അത് കൂടിയ മീൻ വേറെ പുറത്തുനിന്ന് വരുത്തിച്ച മീനാണ്. എത്ര പേർക്ക് വിൽക്കുന്നു? ആരും അങ്ങനെ ലേറ്റസ്റ്റ് നേതാവിന്റെ വീടായിരുന്നു ഇത്. എന്താ പ്രശ്നം? കൊച്ചു പിള്ളേരെയൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ കൊള്ളാവോ നേതാവേ? എന്ത് മര്യാദകളാണ് ഈ കാണിക്കുന്നത്? കൊച്ചു പിള്ളേരെ ഈ സാധനം കൊടുത്ത് പറ്റിക്കാൻ പറ്റണ തെമ്മാടത്തരം കാണിച്ചിട്ടാവുന്നതും ന്യായം പറയുന്നത്. നിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരെ മീനും അത് ഇത് കൊടുത്ത് പറ്റിക്കണേ പൈസ വാങ്ങിച്ചിട്ട്. അതെ, എൻ്റെ ഒരു അനിയനാണ് ഇച്ചിരി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിലക്കിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. തോട്ടിൽ കിടക്കുന്ന മീനെ പീസ് അതൊന്നും കൊടുക്കാം. പറയാനാന്ന് ക്ഷണിക്കുന്നതാ 500 1000 ഉണ്ട് വെച്ചോ. ആവശ്യമില്ലാത്ത പരിപാടിക്കാൻ നടക്കുന്നു. ഒന്നുമില്ലേ, ഞാൻ എവനെ ഒന്ന് ഗുണദോഷിച്ചതാ. വേറെ ആളുടെ ശബ്ദം കേട്ടല്ലോ. അല്ല, അത് ഞാൻ ഇച്ചിരി സ്വരം മാറ്റി അവനോടൊന്ന് സ്വരം ഇടറി ഒന്ന് പറഞ്ഞതാ. യവൻ ഈ കച്ചവടത്തിന് അവൻ പറ്റിയതല്ല. യവനെ ഈ ബിസിനസ്സിന് പറ്റിയതല്ല. അളിയൻ പറഞ്ഞാലേ വർക്ക്ഷോപ്പിനാണ് നല്ലത്. ഞാൻ ഒരെണ്ണം കൊടുത്തളിയാ, നന്നാവണമെങ്കിൽ ഇതിൽ നന്നാവും. നന്നാവൂലേ?